نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ജീവിക്കണമെന്ന് ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടുകൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സാഹചര്യത്തിലും അല്ലാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സക്കരിയ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിലേക്ക് അയച്ച നബിയാണ്. അദ്ദേഹത്തിന് ഏറെ പ്രായമായിട്ടും മക്കളുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം നിരാശനാകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അല്ലാഹു പറയുന്നു, ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. സക്കരിയ അലൈഹിസ്സലാം തൻ്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് വളരെ ഗോപ്യമായി രഹസ്യമായി വിനയത്തോടുകൂടെ അല്ലാഹുവിനെ വിളിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി ഇന്നി വഹനൽ അസ്മു മിന്നി വസ്തഅല റഅസു ശൈബ. അല്ലാഹുവേ, എൻ്റെ റബ്ബെ, എൻ്റെ ഖാലിഖെ, എൻ്റെ മാലിക്കെ, എൻ്റെ മുദബ്ബിറെ, എന്നെ സൃഷ്ടിച്ച റബ്ബെ, എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബെ, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബെ, ഇന്നി വഹനൽ അസ്മു മിന്നി, എൻ്റെ എല്ലുകൾ ബലഹീനമായി പോയിട്ടുണ്ട്. വസ്തഅല റഅസു ശൈബ, എൻ്റെ തലക്ക് നര ബാധിച്ചിട്ടുണ്ട്. എന്നാൽ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ, ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ട് ഒരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല. വ ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലി മിൻ ലദുൻക വലിയ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജ്അൽഹു റബ്ബി റദിയ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദ്ദേഹം പറയാണ്, എൻ്റെ ഭാര്യ പ്രസവിക്കാൻ സാധ്യതയില്ലാത്തവളാണ്. ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിൻ്റെ പക്കൽ നിന്ന് എനിക്കൊരവകാശിയെ നൽകണമേ. എനിക്ക് അനന്തരമെടുക്കുന്ന, അതുപോലെ തന്നെ ആലി യഅഖൂബിൻ്റെ കുടുംബത്തിന് അലൈഹിസ്സലാം അനന്തരമെടുക്കുന്നൊരു മകൻ, വജ്അൽഹു റബ്ബി റദിയ, ആ മകനെ ഏവർക്കും തൃപ്തിയുള്ള മകനാക്കി മാറ്റുകയും ചെയ്യണമേ എന്ന് മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദുആഇനെ കുറിച്ച് അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കാണാൻ സാധിക്കും. വസക്കരിയ ഇദ് നാദാ റബ്ബഹ്, സക്കരിയ അലൈഹിസ്സലാം തൻ്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്ത സന്ദർഭം അദ്ദേഹം പറഞ്ഞു, റബ്ബി ലാ തദർനി ഫർദ വ അൻത ഖൈറുൽ വാരിസീൻ, പിന്തുടർച്ചക്കാരില്ലാതെ ഏകനാക്കി എന്നെ വിടരുതേ അല്ലാഹ്. വ അൻത ഖൈറുൽ വാരിസീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദ്ദേഹം ദുആ ചെയ്യുകയാണ്. മറിയമിനെ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാതാവായ മറിയമിനെ സംരക്ഷിച്ചിരുന്നത് മഹാനായ സക്കരിയ അലൈഹിസ്സലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. മറിയമിനെ സംരക്ഷിച്ചത് മഹാനായ സക്കരിയ അലൈഹിസ്സലാമാണ്. മറിയമിൻ്റെ അടുക്കലേക്ക് മറിയം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ ചടഞ്ഞിരുന്ന ആ സ്ഥലത്തേക്ക് എപ്പോഴൊക്കെ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം കടക്കുന്നുവോ അപ്പോഴൊക്കെ മറിയമിൻ്റെ അടുക്കൽ സക്കരിയ അലൈഹിസ്സലാം റിസ്ഖ് കണ്ടിരുന്നു. അവർക്ക് കഴിക്കാനായ ആവശ്യമായ ഭക്ഷണം കണ്ടിരുന്നു. ആ സമയത്തു
മറിയമിനോട് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, യാ മറിയം അന്നാ ലക്കി ഹാദാ, മറിയമേ ഇത് നിനക്ക് എവിടെ നിന്നാണ്? ആ സമയത്ത് മറിയം പറഞ്ഞു, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്. എന്നിട്ട് മറിയം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുമെന്നും മറിയം സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അല്ലാഹു പറയുന്നു, ഹുനാലിക ദഅ സക്കരിയ റബ്ബ, അവിടെ വെച്ചുകൊണ്ട് മറിയമിൻ്റെ വായിൽ നിന്നിങ്ങനെ കേട്ടപ്പോൾ ഹുനാലിക ദഅ സക്കരിയ റബ്ബ, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, അല്ലാഹുവേ നിന്റെ പക്കൽ നിന്ന് നല്ലൊരു സന്താനത്തെ നീ നൽകണമേ. ഇന്നക സമീഉ ദുആ, നീ ദുആ സ്വീകരിക്കുന്നവനാണ്. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം നിരാശനാകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സന്താനത്തിന് വേണ്ടി നിരന്തരം ദുആ ചെയ്യുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദുആ സ്വീകരിക്കുന്നു. അല്ലാഹു പറയുന്നു, ഫനാദത്ഹുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, അദ്ദേഹം തൻ്റെ മിഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറ വനബിയ്യൻ മിനസ്സാലിഹീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്കതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു. യഹ്യ എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടാകുമെന്ന സന്തോഷ വാർത്ത അല്ലാഹു താങ്കൾക്ക് അറിയിക്കുന്നു. അദ്ദേഹം നേതാവായിരിക്കും, അദ്ദേഹം ആത്മനിയന്ത്രണമുള്ള വ്യക്തിയായിരിക്കും, അതുപോലെ തന്നെ സദ്വൃത്തരായ നബിമാരിൽപ്പെട്ട ആളായിരിക്കുമെന്ന് മലക്കുകൾ വിളിച്ചു പറയുന്നു. അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കൂ സഹോദരങ്ങൾ, അല്ലാഹു വീണ്ടും പറയുന്നു, ഫസ്തജബ്നാ ല, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. വവഹബ്നാ ലഹു യഹ്യ, അദ്ദേഹത്തിന് യഹ്യയെ നാം നൽകി. വഅസ്ലഹ്നാ ലഹു സൗജ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നാം പ്രാപ്തമാക്കുകയും ചെയ്തു, ഗർഭധാരണത്തിന് വേണ്ടി പ്രാപ്തമാക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭം ധരിക്കാത്ത അവസ്ഥയിൽ, ഇതുവരെ ഗർഭം ധരിക്കാത്ത, ഗർഭിണിയാകാത്ത, ഗർഭം ധരിക്കാനുള്ള ശാരീരികമായ അവസ്ഥകളില്ലാത്ത ആളായിരുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഗർഭധാരണത്തിന് വേണ്ടി പ്രാപ്തമാക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദുആഇന് ഉത്തരം നൽകുകയാണ്. യഹ്യ എന്ന് പറയുന്നൊരു മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അല്ലാഹു ആ മകനെക്കുറിച്ച് പറയുന്നുണ്ട്, വആതൈനാഹുൽ ഹുക്മ സബിയ്യ. ഈ യഹ്യയുടെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ നൽകി എന്നുള്ളതാണ്. വഹനാനം മിൻ ലദുന്നാ വസകാതൻ, എന്നിട്ട് അല്ലാഹു പറയാണ്, നമ്മുടെ പക്കൽ നിന്ന് അനുകമ്പയും പരിശുദ്ധിയും നാം നൽകി. എന്നിട്ട് അല്ലാഹു പറയുന്നു, വകാന തഖിയ, യഹ്യ എന്ന് പറയുന്ന ഈ മകൻ അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന ആളായിരുന്നു. വബർറം ബിവാലിദൈഹി, തൻ്റെ മാതാപിതാക്കളോട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നാക്കുകൊണ്ടും ഖൽബ് കൊണ്ടുമെല്ലാം നന്മ ചെയ്യുന്ന ആളായിരുന്നു. വലം യകുൻ ജബ്ബാറൻ അസിയ, അദ്ദേഹം ഒരിക്കലും നിഷ്ഠൂരനായ അതുപോലെ തന്നെ ധിക്കാരിയായ മനുഷ്യനായിരുന്നില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ, അദ്ദേഹം ജനിച്ച ദിവസം സമാധാനം, അദ്ദേഹം മരിക്കുന്ന ദിവസവും സമാധാനം, അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസവും സമാധാനമെന്ന് മഹാനായ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മകനെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം പറഞ്ഞതുപോലെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മ മറിയം സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നിരാശ വേണ്ട. ഒരു കാര്യത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിരാശ വേണ്ട. ദുആഇന് ഉത്തരം നൽകുന്ന, ദുആ കേൾക്കുന്ന റബ്ബാണ് നമുക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ നമ്മുടെ 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇന് ഉത്തരം നൽകുന്നവനാണ്. അൽഹംദുലില്ലാഹില്ലദീ നസറ അബ്ദഹു വഅയ്യദ ജുൻദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽമൂഫീന അഹ്ദഹു. സഹോദരങ്ങളെ, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി നടത്തിയ ദുആയിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് സഹോദരങ്ങളെ, മക്കളില്ല എന്ന് കരുതി, മക്കളായില്ല എന്ന് കരുതി, അല്ലെങ്കിൽ മക്കളാകാൻ വൈകുന്നു എന്ന് മനസ്സിലാക്കി ഒരിക്കലും മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം നിരാശനായി നിഷ്ക്രിയനായി ഇരുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശമനുസരിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതിനനുസരിച്ച് മാത്രമാണ് മക്കളുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ നിഷ്ക്രിയരായി, നിരാശരായി, വിഷമിച്ച്, വേദനിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ വെക്കാതെ ജീവിക്കുകയല്ല വേണ്ടത്. അല്ലാഹുവിൻ്റെ വിധിയനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് അതുണ്ടാവുക തന്നെ ചെയ്യും. അല്ലാഹു പറയുന്നു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. യഖ്ലുഖു മാ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാഥ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂറ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാഥ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെ മക്കളില്ലാത്തവരാക്കി മാറ്റാൻ അല്ലാഹു മാറ്റുകയും ചെയ്യുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, എന്നിട്ട് അല്ലാഹു പറയാണ് ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നൈരാശ്യം ബാധിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ, വിവിധ കാരണങ്ങൾ കൊണ്ട് നിരാശ ബാധിച്ചവരാണ് നമ്മളെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളുടെ വിഷയത്തിലല്ല, ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന വേദനയും നിരാശയും നമ്മെ അലട്ടുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ, ഇന്നഹു അലീമുൻ ഖദീർ, നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിൽ നമുക്കൊരറിവുണ്ടാകുമല്ലോ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, നമ്മുടെ വിഷയത്തിൽ നമുക്കൊരറിവുണ്ടാകുമല്ലോ. എങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാൾ അറിവുള്ളവനാണ് നമ്മുടെ ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ ശരീരത്തോട് നമുക്കൊരു റഹ്മത്തുണ്ടാകുമല്ലോ. അറിയുക സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തോട് നമുക്കുള്ളതിനേക്കാൾ റഹ്മത്ത് നമ്മളോടുള്ളവനാണ് നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നിരാശ വേണ്ടതില്ല. ഏത് സമയത്ത് എപ്പോൾ നമുക്ക് നൽകുന്നതാണ് ഖൈർ എന്ന് നമ്മളെക്കാൾ അറിയുന്നവനാണ് നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സഹോദരങ്ങൾ, അതുകൊണ്ട് നിരാശ നമുക്ക് വേണ്ടതില്ല. രണ്ടാമത്തെ മറ്റൊരു പാഠം സഹോദരങ്ങളെ, സക്കരിയ അലൈഹിസ്സലാമിന് കേവലം തനിക്ക് മക്കളില്ലല്ലോ എന്ന ആവലാതിയല്ല ഉണ്ടായിരുന്നത്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്ന ആവലാതി, തനിക്ക് ശേഷം അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ തൗഹീദ് പ്രചരിപ്പിക്കാൻ, തൻ്റെ ഈ ദഅവത്തിന് അനന്തരമെടുക്കാൻ ആളില്ല എന്നുള്ള വേവലാതിയാണ് മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അല്ലേ, യരിസുനി
വയരിസു മിൻ ആലി ഫിർഔൻ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് എന്നാണ് മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. എനിക്കനന്തരമെടുക്കുന്ന യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിന് അനന്തരമെടുക്കുന്ന മകൻ എന്നാണ് മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. സഹോദരങ്ങളെ, അമ്പിയാക്കൾ അനന്തരമാക്കി ബാക്കി വെച്ചത് സമ്പത്താണോ? അമ്പിയാക്കൾ അനന്തരമാക്കി ബാക്കി വെച്ചത് ദീനാറും ദിർഹമുമാണോ? അല്ലല്ലോ സഹോദരങ്ങളെ, ഈ ദീനാണ്, ഈ ദീനിൻ്റെ ദഅവത്താണ്. സഹോദരങ്ങളെ, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സദ്വൃത്തരിൽപ്പെട്ടൊരു മകനെ നീ എനിക്ക് നൽകണമേ എന്നാണ് മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത്. സഹോദരങ്ങളെ, ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യണം എന്നുള്ളതാണ്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ, അല്ലാഹുവേ, ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ടൊരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്ന് മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുക, നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ ഖാലിഖായ, നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിനോട് നമ്മൾ നിരന്തരം നമ്മുടെ ആവശ്യങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ നിരാശരാകേണ്ടി വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ ദുആ അള്ളാഹുവിനോട് മാത്രമാവുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം സാഹചര്യങ്ങളിൽ മക്കളില്ലാതെയാകുമ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ വഴികൾ അടഞ്ഞു എന്ന് തോന്നുമ്പോൾ, പിശാചിൻ്റെ മന്ത്രങ്ങളുമായി പല ആളുകളും നമ്മിലേക്ക് വരും. ഇന്ന ജാറത്തിലേക്ക് പോയിക്കോ, ഇന്ന തങ്ങളുടെ അടുക്കലേക്ക് പോയിക്കോ, അവിടെ പോയിട്ട് ഉറുക്കും മേലസും കെട്ടിക്കോ, മക്കളുണ്ടാകും, ഇന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകും എന്ന മന്ത്രവുമായി, പിശാചിൻ്റെ മന്ത്രവുമായി നമ്മുടെ അടുക്കലേക്ക് ആളുകൾ കടന്നു വരും. സഹോദരങ്ങൾ അവരെ അവഗണിക്കാൻ സാധിക്കണം. അവർക്ക് മുമ്പിൽ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം ദുആ ചെയ്യുകയുള്ളൂ എന്നും ഉറക്കെ പ്രഖ്യാപിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് ദുരിബ മസലുൻ ഫസ്തമിഉ ലഹ്, ജനങ്ങളെ, അല്ലാഹു അതാ ഒരു ഉദാഹരണം പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ, ലൻ യഖ്ലുഖൂ ദുബാബ, അവരൊരു ഈച്ചയെപ്പോലും ഒരിക്കലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരാണ്. ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരാണ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ, അത് വിഗ്രഹങ്ങളായാലും, അത് അമ്മമാരായാലും, അത് ബാബമാരായാലും, അത് ജാറത്തിൽ കിടക്കുന്നവരായാലും, അവരമ്പിയാക്കളായാലും, അവരൗലിയാക്കളായാലും, ബദരീങ്ങളായാലും, സിഎം മടവൂരായാലും, ആരായാലും, ലൻ യഖ്ലുഖൂ ദുബാബ, ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരാണവർ. ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവനോടാണോ നമ്മൾ മക്കളെ ചോദിക്കുന്നത്? ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരോടാണോ നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ പറയുന്നത്? ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരോടാണോ നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത്? നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തുക. അമ്പിയാക്കൾ ചെയ്തതുപോലെ, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തതുപോലെ, മഹാന്മാരായ സ്വഹാബത്ത് ചെയ്തതുപോലെ, ബദരീങ്ങൾ ചെയ്തതുപോലെ, അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ചെയ്തതുപോലെ അള്ളാഹുവിലേക്ക് മാത്രം നമ്മൾ നമ്മുടെ കരങ്ങൾ ഉയർത്തുക. നമ്മുടെ റബ്ബ് സമീആണ്, നമ്മുടെ റബ്ബെല്ലാം കേൾക്കുന്നവനാണ്, നമ്മുടെ റബ്ബ് ദുആഇന് ഉത്തരം നൽകുന്നവരാണ്. ഈ ഒരു ഉറച്ച വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം, അള്ളാഹുവിനോട് മാത്രം നമ്മൾ ദുആ ചെയ്യണം എന്നൊരു പ്രധാനപ്പെട്ട പാഠവും സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ സംഭവം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഏത് സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ, ഈ തൗഹീദിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ അംബിയാഇൻ്റെ മാതൃക ഉൾക്കൊണ്ട് തൗഹീദിലായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ഹിദായത്തുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.